നമസ്കാരം. മംഗളം ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ചരിത്രം കൂടി കുറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിസ്മയങ്ങളുടെ രാജാവ്. അധികം വൈകാതെ അങ്ങനെയൊരു വിശേഷണം വി ഡി സതീശന് കിട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും വിസ്മയങ്ങളുടെ രാജാവിൻ്റെ കയ്യിൽ കേരളത്തിനായി കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? തുടക്കത്തിൽ 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരും, വിസ്മയമുണ്ടാകുമെന്നാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. അർഹിക്കുന്ന അവജ്ഞയോടെ അതൊക്കെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ അന്നത്തെ ഭരണപക്ഷത്തെ ഇന്നത്തെ പ്രതിപക്ഷത്താക്കിക്കൊണ്ടാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF വലിയ വിജയം നേടി ഇപ്പോൾ ഭരണത്തിലെത്തിയിരിക്കുന്നത്. ഏതായാലും UDF ഭരണം നേടിയില്ലെങ്കിൽ, അതും 100 സീറ്റിന് മുകളിൽ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ ഒരു കൊച്ചു വനവാസത്തിൽ തന്നെയാണ്. പക്ഷേ അത് ഒളിച്ചോട്ടമൊന്നുമല്ല. കേരളത്തിന് മികച്ചൊരു നാളേക്കായുള്ള ദൗത്യത്തിൽ എല്ലാവരുടെയും പിന്തുണയ്ക്കായി ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച വരെ സന്ദർശകരെ നേരിട്ട് കാണാൻ സാധിക്കില്ലെന്ന് മുഖ്യന്റെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, മുൻപ് പല ധനമന്ത്രിമാരും ഇത്തരത്തിൽ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ദിവസങ്ങളോളം മാറിയിരുന്ന് ആലോചിച്ച് കൃത്യമായി പ്ലാനിംഗ് നടത്തി കൃത്യമായി കേരളത്തിന്റെ ഭാവി നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ ധനകാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വമ്പൻ ആസൂത്രണങ്ങൾ തന്നെയായിരിക്കും അണിയറയിൽ നടത്തുന്നത് എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അറിയാം. പിണറായി നയിക്കുന്ന പ്രതിപക്ഷത്തെ അടക്കം വിസ്മയിപ്പിക്കാനുള്ള എന്തായിരിക്കും സതീശൻ ബജറ്റിലെ മാജിക്? എല്ലാ കണ്ണുകളും VDSൽ തന്നെയാണ്. ഇനിയൊരു ചരിത്രത്തിലേക്ക് കൂടി പോയാലോ? 69 വർഷങ്ങൾക്ക് ശേഷം കേരളം മറ്റൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ജൂണിൽ 6 പതിറ്റാണ്ട് മുൻപ് ഒരു ബജറ്റ് അവതരണം ഉണ്ടായിരുന്നു. ഒന്നാം EMS മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ സംസ്ഥാനത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7-നായിരുന്നു. ഇപ്പോഴത്തെ ഒരു ജൂൺ 19-ന് കേരളത്തിന്റെ 79ാമത്തെ ബജറ്റ് വി ഡി സതീശൻ വെള്ളിയാഴ്ച അവതരിപ്പിക്കുകയാണ്. ഏതായാലും എല്ലാ കണ്ണുകളും വി ഡി സതീശന്റെ ആദ്യ ബജറ്റിൽ തന്നെയാണ്. പ്രകടന പത്രികയിൽ ഉണ്ടായത് പിന്നീട് നമ്മൾ ധവളപത്രത്തിൽ കണ്ടു, പിന്നീട് നമ്മൾ പല ചർച്ചകളും കണ്ടു. ഇപ്പോൾ വിസ്മയങ്ങൾ കോൺഗ്രസും UDFും LDFും NDAയും ഒക്കെ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. എന്തായിരിക്കും വി ഡി സതീശന്റെ ആദ്യ ബജറ്റിലെ വിസ്മയമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ പറവൂരിൽ നിന്ന് വീണ്ടും ഒരു ധനകാര്യമന്ത്രി. രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗവും ധനകാര്യ നിയമവകുപ്പ് മന്ത്രിയുമായ KT ജോർജിന് ശേഷം വീണ്ടും ഒരു പറവൂരുകാരൻ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ബജറ്റിനുണ്ട്. 1972 ഫെബ്രുവരി 25-നാണ് ജോർജ് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. 54 വർഷങ്ങൾക്ക് ശേഷം പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗമായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 19-ന് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 4ാം കേരള നിയമസഭയിൽ കോൺഗ്രസ് കക്ഷിയുടെ ഉപനേതാവ് കൂടിയായിരുന്നു KT ജോർജ്. 1965, 1967, 71 എന്നീ തിരഞ്ഞെടുപ്പുകളിൽ പറവൂരിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായൊരു ചരിത്ര നേട്ടത്തിനരികെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉള്ളത്. ഏതായാലും സംസ്ഥാനത്തിന്റെ പുതിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതോടെ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന 3ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന ബഹുമതിയും സതീശന് സ്വന്തമാകും. അങ്ങനെ ഒന്നല്ല രണ്ടല്ല പലതരം ബഹുമതികളും റെക്കോർഡുകളും ഒക്കെ നേടുകയാണ് വി ഡി സതീശൻ. ധനവകുപ്പിന്റെ ചുമതല കൂടി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വി ഡി സതീശൻ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നേരിട്ട് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2016-2017 സാമ്പത്തിക വർഷത്തിലാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സംസ്ഥാന ബജറ്റ് അന്ന് അവതരിപ്പിച്ചത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന KM മാണി രാജിവെച്ചതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി ധനവകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം അന്ന് ബജറ്റിന്റെ അവതാരകനായത്. 91-ൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ ധനവകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഉമ്മൻചാണ്ടി ഒന്നല്ല രണ്ടല്ല 4 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. ഏതായാലും കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ R. ശങ്കറാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്ന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തി. 1960-ലെ പട്ടം താണുമുള്ള മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു ശങ്കർ. 1962 സെപ്റ്റംബറിൽ പട്ടം രാജിവെച്ചതിനെ തുടർന്ന് ശങ്കർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1963, 64, 64, 65 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയായ ശങ്കർ ആയിരുന്നു. ധനമന്ത്രി എന്ന നിലയിൽ 1960 മാർച്ച് 18-ന് തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ശങ്കർ പിന്നീട് ധനമന്ത്രി എന്ന നിലയിൽ 3 ബജറ്റുകളുടെ സൃഷ്ടാവ് കൂടിയായി.
കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ കെ.ജി. അടിയോടി, എം.കെ. ഹേമചന്ദ്രൻ, എസ്. വരദരാജൻ നായർ, സി.വി. പത്മരാജൻ, കെ. ശങ്കരനാരായണൻ, വക്കം പുരുഷോത്തമൻ എന്നിവർ ധനവകുപ്പ് കൈകാര്യം ചെയ്ത ഘട്ടങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചവരാണ്. ഒന്നാം PMS മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ സംസ്ഥാനത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7-നായിരുന്നു. കൃത്യം 69 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജൂണിൽ കേരളത്തിന്റെ 79ാമത്തെ ബജറ്റ് വി ഡി സതീശൻ അവതരിപ്പിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച. സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലിരുന്ന 3 ഘട്ടങ്ങളിൽ ലോക്സഭ കേരളത്തിന്റെ ബജറ്റ് പാസാക്കിയിട്ടുമുണ്ട്. എന്തായാലും വിസ്മയങ്ങളുടെ രാജാവിന്റെ വിസ്മയം എന്തായിരിക്കും? സാമ്പത്തിക നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഈ മേഖലയിലെ ഓരോ വിദഗ്ധരും സംസ്ഥാനത്തിന്റെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനായി കാത്തിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന UDF എന്ത് മാജിക് ആയിരിക്കും അവതരിപ്പിക്കുക? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മംഗളം TV.